اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. رجال لا تلهيهم تجارة ولا بيع عن ذكر الله وإقام الصلاة وإيتاء الزكاة يخافون يوما تتقلب فيه القلوب والأبصار ليجزيهم الله أحسن ما عملوا ويزيدهم من فضله والله يرزق من يشاء بغير حساب. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ പരമാവധി ജീവിതത്തിന്റെ ഭാഗമാക്കി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് പരമാവധി ക്ഷമയോടുകൂടി മാറി നിന്നുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും നമ്മുടെ എല്ലാം പരലോക രക്ഷയ്ക്ക് വേണ്ടി ആമുഖമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം, അതിനനുസരിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളെ ഈമാനികമായി ക്രമീകരിക്കാനുള്ള മനസ്സും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ ഐഹിക ലോകത്ത് എന്താണ് ഞങ്ങൾ ശേഖരിച്ചു വെക്കേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചോദിച്ച സമയത്ത് 3 കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അതിലൊരു കാര്യം കഴിഞ്ഞ ആഴ്ചകളിൽ നാം സൂചിപ്പിച്ചു. ഖൽബുൻ ഷാക്കിറുൻ, അള്ളാഹുവിന് നന്ദി കാണിക്കുന്ന ഒരു മനസ്സ് ജീവിതത്തിൽ നാം സമ്പാദിച്ചു വെക്കേണ്ട ഒന്നാണ് എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. രണ്ടാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ലിസാനുൻ ദാക്കിറുൻ, അള്ളാഹുവിനെ ഓർക്കുന്ന, അള്ളാഹുവിനെ സ്മരിക്കുന്ന ഒരു നാവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നതാണ്. അള്ളാഹുവിനെ സ്മരിക്കാനും അള്ളാഹുവിനെ ഓർക്കാനും ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. ഞാൻ അള്ളാഹുവിനെ ഓർക്കുന്ന ഒരാളാണ്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ ഓർക്കുന്ന ഒരാളാണ് എന്നൊക്കെ നമ്മെക്കുറിച്ച് വിചാരിക്കാൻ ഏറെ ഇഷ്ടവും താല്പര്യവുമുള്ള ആളുകളാണ് നാം. എന്നാൽ അങ്ങനെ കേവലം ഒരു ഇഷ്ടവും താല്പര്യവും മാത്രം മതിയോ? അള്ളാഹുവിനെ ഓർക്കുന്ന നാവുകളും അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കുന്ന നാവും അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ചും വിശുദ്ധ ഇസ്ലാമിനെ കുറിച്ചും വിശുദ്ധമായ മതത്തിന്റെ നന്മകളെ കുറിച്ചും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനകളുമൊക്കെ പറയുന്ന ഒരു നാവാണോ നമ്മുടെ നാവ് എന്നത് നാം ആലോചിക്കേണ്ട, ചിന്തിക്കേണ്ട ഒന്നാണ്.
അള്ളാഹുവിന്റെ ഓർമ്മകളിൽ നിന്ന് അകന്നു പോകാൻ എത്രയോ കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അള്ളാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കുക എന്നത് അതിന് ഒരുപാട് സാധ്യതകളുള്ള ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. നമ്മുടെ ലോകത്ത് നടക്കുന്ന വൃത്തികേടുകളുടെ അധാർമികതകളുടെ ലോകം എന്നത് വിശാലമാണ്. കുറച്ചൊക്കെ പ്രായമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, അതല്ലെങ്കിൽ പുതിയ ടെക്നോളജികളെ കുറിച്ച് കൂടുതൽ വിവരമില്ലാത്ത മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വപ്നത്തിൽ പോലും സങ്കല്പിക്കാൻ കഴിയാത്തത്ര വൃത്തികേടിന്റെ അധാർമികതയുടെ ഒരു ലോകം ഇന്ന് വിശാലമാണ്. ആ ലോകത്ത് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു വരും. പുതിയ ഒരു ലോകത്തിന്റെ പ്രത്യേകത എന്നത് ഓടുമ്പോൾ ഓടുകയും ചാടുമ്പോൾ ചാടുകയും ഡാൻസ് കളിക്കുമ്പോൾ ഡാൻസ് കളിക്കുകയും വൃത്തികേടുകൾ ചെയ്യുമ്പോൾ വൃത്തികേട് ചെയ്യുകയും, എന്നാൽ നന്നാകുമ്പോൾ നന്നാകുകയും പള്ളിയിലേക്ക് വരുമ്പോൾ പള്ളിയിലേക്ക് വരികയും, ഇങ്ങനെ എല്ലാം കൂടിക്കലർന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. കൂടിക്കലരാത്ത ഒരു ലോകത്ത് നിന്ന് വിട്ടു നിൽക്കുന്നവൻ എപ്പോഴും ഒറ്റപ്പെടുന്നവനായിരിക്കും. അവനെ കുറിച്ചൊരു പക്ഷേ അങ്ങനെ കൃത്യമായ ഒരു അഭിപ്രായമോ ഒന്നും അങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പൊ അള്ളാഹുവിനെ സ്മരിക്കുക, അള്ളാഹുവിനെ ഓർക്കുക, അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നത് മരണം വരെ ഒരു വിശ്വാസി മുഖമുദ്രയായി സ്വീകരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എല്ലാവരുടെയും ശരീരവും ആകൃതിയും ഒക്കെ ഏകദേശം ഒരുപോലെയായിരിക്കും. എന്നാൽ അള്ളാഹുവിനെ ഓർക്കുന്നവനും അള്ളാഹുവിനെ ഓർക്കാത്തവനും ഒരുപോലെയല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മസലുല്ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു മസലുൽ ഹയ്യി വൽ മയ്യിത്തി. അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്നവനും അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാത്തവനും തമ്മിൽ അതിന്റെ ഉപമ എന്നത് മസലുൽ ഹയ്യി വൽ മയ്യിത്തി, ജീവിച്ചിരിക്കുന്നവനും മരണപ്പെടുന്നവനും എങ്ങനെയാണോ അതുപോലെയാണ് ഉപമ. അള്ളാഹുവിനെ ഓർക്കുന്നവരാൾ അവനാണ് യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കുന്നവൻ. അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കാത്തവൻ അവൻ മരിച്ചവനെ പോലെയാണ്. അവന്റെ കർമ്മങ്ങളൊന്നും ഇവിടെയില്ല. അപ്പോൾ ഈ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മക്ക് വേണ്ടിയാണ് ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളിലും മനസ്സറിഞ്ഞുകൊണ്ടുള്ള ചില പ്രാർത്ഥനകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അത് നമുക്കൊരു പക്ഷെ പ്രാർത്ഥനകൾ അറിയുമായിരിക്കും, ചില ആളുകളൊക്കെ ചൊല്ലാൻ മറന്നുപോകും. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് ചൊല്ലാൻ മറന്നുപോകുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് പ്രവാചകന്റെ ശത്രുക്കൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങേയറ്റം പ്രയാസം സൃഷ്ടിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂൽ പിന്നീട് പോകുന്നത് ത്വായിഫ് എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്കാണ്. ത്വായിഫിന്റെ പ്രത്യേകത, ത്വായിഫിൽ പ്രവാചകന്റെ അമ്മാവന്മാരുണ്ട്. പ്രവാചകന്റെ ആമിന ബീവിയുടെ ആങ്ങളമാർ, അവരുടെ മക്കളൊക്കെയുള്ള ഒരു പ്രദേശമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് എപ്പോഴും അവലംബമാണ്. ഉമ്മയുടെ ആങ്ങളമാർ, അമ്മാവന്മാർ, അവരുടെ മക്കൾ എന്നത് അവലംബമാണല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകൻ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ത്വായിഫിലേക്ക് പോകുന്നത്. എന്നാൽ ത്വായിഫിൽ നിന്ന് ഇവർ ചെയ്യുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിക്രൂരമായി മർദ്ദിക്കുകയാണ്, ആട്ടി ഓടിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഓടി ഒരാളുടെ മുന്തിരിത്തോട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്നിരിക്കുകയാണ്. അപ്പൊ ആ മനുഷ്യൻ മുസ്ലിം ഒന്നുമല്ല, പക്ഷെ പ്രവാചകന്റെ അവസ്ഥ കണ്ട് അള്ളാഹുവിന്റെ റസൂലിന് ഇവരുടെ ഏറുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിലാകെ വ്രണമായി ചോര കെട്ടിനിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വല്ലാത്ത പ്രയാസത്തിലായി. അപ്പോൾ അദ്ദാസ് എന്ന് പറയുന്ന ആ തോട്ടത്തിന്റെ ഉടമസ്ഥൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറച്ച് മുന്തിരി കൊടുത്തു. അള്ളാഹുവിന്റെ റസൂൽ ആ പ്രയാസത്തിന്റെ സന്ദർഭത്തിൽ ആ മുന്തിരി കഴിക്കുന്നത് ബിസ്മില്ലാ എന്ന് ചൊല്ലിക്കൊണ്ട്. അദ്ദാസ് അത്ഭുതപ്പെടുകയാണ്. ഞങ്ങൾ ഇന്നുവരെ കേൾക്കാത്ത ഒരു നാമമാണല്ലോ ഈ ബിസ്മില്ലാ എന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ ഒരു ദിക്റിന്റെ ഒരു മഹത്വമാണ്. ബിസ്മിയിൽ തുടങ്ങുന്ന എത്ര ദിക്റുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഓരോ സന്ദർഭത്തിലും ഓരോ പ്രാർത്ഥനകളുണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതം തുടങ്ങുന്നത് പ്രാർത്ഥനയിലാണ്. ഒരാൾ എഴുന്നേൽക്കുന്നത് പ്രാർത്ഥനയിലാണ്. ആ പ്രാർത്ഥന എന്നത് ഓർമ്മയാണ്, അതൊരു ഓർമ്മയാണ്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ
ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ്. അല്ലദീ അഹ്യാനാ, ഞങ്ങളെ ജീവിപ്പിച്ച റബ്ബ്, ബഅദമാ അമാതനാ, ഞങ്ങളുടെ മരണത്തിൽ നിന്ന്, വഇലൈഹിൻ നുശൂർ, ആ അല്ലാഹുവിങ്കിലേക്കാണ് ഞങ്ങളുടെ മടക്കം. അതൊരു ഓർമ്മയാണ്. നമ്മുടെ ഉറക്കം എന്നത് ഒരു ചെറിയ മരണമാണ്, അല്ലെ? ഉറക്കം ഒരാളുടെ ദുർബലതയാണ്. ഉറക്കം എന്നത് ഉറക്കത്തെ പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത ആളുകളാണ്. ഉറക്കത്തിൽ സംസാരിക്കുന്നവരുണ്ടാകും, നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകും. ഉറക്കത്തില് മറ്റുള്ളവർക്ക് പ്രയാസകരമായി കൂർക്കം വലിക്കുന്ന ആളുകൾ ഉണ്ടാവും. നമ്മളെ കുറിച്ച് അത് പറയുന്നത് നമുക്ക് ഇഷ്ടാവോ? അതിന്റെ ഒരു വീഡിയോ അങ്ങനെ കാണിച്ചത്, ഇതാണ് രാത്രി ഇന്നലെ കൂർക്കം വലിച്ചിരുന്നത്, നമ്മൾ ഉദ്ദേശിച്ചു കഴിഞ്ഞപ്പോ നിർത്താൻ കഴിയുന്നുണ്ടോ? ഉറക്കത്തിൽ നമുക്ക് പലതും കാണാൻ കഴിയുന്നില്ല. നമ്മുടെ തൊട്ടടുത്ത് നടക്കുന്ന ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും സംസാരിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ ശരീരം നമ്മുടെ നിയന്ത്രണത്തിലല്ല. എന്ത് അപകടങ്ങളും ഒരു പക്ഷേ നമുക്ക് വരാം. ശാസ്ത്രീയമായിട്ടും പല കാര്യങ്ങളും അവിടെ സംഭവിക്കും. നമ്മുടെ ഉണരുമ്പോഴാണ് നമ്മുടെ ബ്രെയിൻ എന്നത് ഫുൾ ആക്ടിവിറ്റിയിലേക്ക് വരുന്നത്. നമ്മുടെ ശരീരം റീബൂട്ട് ചെയ്യുന്നത് അത് ഉണരുമ്പോഴാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആത്മാവിനെ എടുക്കുന്നു, എന്നിട്ട് ഉറങ്ങുമ്പോൾ നമുക്ക് തിരിച്ചു തരുന്നു. അത് ഖുർആൻ പറഞ്ഞല്ലോ, അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതീ ലം തമുത് ഫീ മനാമിഹാ ഫയുംസികു അല്ലതീ ഖലാ അലൈഹൽ മൗത വയുർസിലുൽ ഉഖറാ ഇലാ അജലിൻ മുസമ്മാ. എന്താണ്? അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതീ ലം തമുത് ഫീ മനാമിഹാ. അല്ലാഹു ചില മരിപ്പിക്കുമ്പോൾ ആത്മാവിനെ പൂർണ്ണമായിട്ട് എടുക്കുന്നു, ഉറങ്ങുമ്പോഴോ അത് താൽക്കാലികമായിട്ട് എടുക്കുകയാണ്. ആ ആത്മാവിനെ പിന്നെ തിരിച്ചു കൊടുക്കാതിരിക്കുക എന്നതാണ് മരണം. അത് തിരിച്ചു കൊടുക്കുക ഒരു നിശ്ചിത അവധി വരെ എന്നതാണ് ഉറക്കം. അള്ളാഹുവിന്റെ ഈ ദൃഷ്ടാന്തങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നവർക്ക് ഇതിലൊക്കെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് എന്നതാണ്. ഉറക്കം എന്നത് ഒരു വലിയ സംഭവമാണ്. അപ്പൊ നമ്മൾ ഉണരുമ്പോ നമുക്കൊരു പ്രാർത്ഥനയുണ്ട്. അപ്പൊ ആ ദിക്റോട് കൂടിയാണ് നമ്മൾ ഉണരുക. ആ ദിക്ർ എന്നത് ഒരു ഓർമ്മയാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു സ്മരണയാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവേ സർവസ്തുതിയും നിനക്കാണ്. അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ, ഞങ്ങളുടെ മരണത്തിൽ നിന്ന് നീ ഞങ്ങളെ ജീവിപ്പിച്ചു. വഇലൈഹിൻ നുശൂർ. ഈ പ്രാർത്ഥന നമ്മൾ ആലോചിച്ച് നോക്കൂ. ദിക്ർ എന്നത് നാം നമ്മുടെ ജീവിതത്തിൽ സംഭരിക്കേണ്ട ഒരു ആരാധനയാണ്. പ്രാർത്ഥന ചൊല്ലുക, അതിനാണ് നമ്മൾക്ക് ചെറുപ്പത്തിൽ മദ്രസയിൽ നിന്ന് പ്രാർത്ഥന പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ നമ്മൾ അത് ചൊല്ലി ഉണരുന്ന ഒരാളുടെ മൈൻഡ് തന്നെ പോസിറ്റീവ് ആവും. നമ്മൾ ഈ പ്രാർത്ഥന ചൊല്ലി നമ്മൾ ഉണരുമ്പോൾ തന്നെ നമ്മുടെ മൊബൈൽ ഫോൺ എടുത്ത്, സ്വാഭാവികമായി എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു സംഗതിയാണ്, ചെയ്യേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, അത് നോക്കി അതിലൊരു 2 നെഗറ്റീവ് മെസ്സേജ് കാണുന്നതിനേക്കാൾ എത്രയോ ഉത്തമമാണ്. അങ്ങനെയാണല്ലോ ഈ രാവിലെ തന്നെ ആളുകളുടെ സംസാരവും ആളുകളുടെ സമീപനവും ഈ മറ്റുള്ളവരെ കുറിച്ച് കുറ്റപ്പെടുത്തലും ഇതൊക്കെ വലിയ നെഗറ്റീവാണ്. ദിക്റുകൾ നെഗറ്റീവ് അല്ല, പോസിറ്റീവാണ്. നെഗറ്റീവ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ തളർത്തുന്ന ഒരു സാധനമാണ്. നമ്മളടുത്ത് ഒരാൾ വന്ന് രാവിലെ തന്നെ ഒരാളെ കുറ്റം പറയാൻ വേണ്ടി വീട്ടിലേക്ക് വരിക, അന്നത്തെ ദിവസം പോയി. നമ്മുടെ ജീവിതത്തിൽ നമുക്കിങ്ങനെ കുറെ ടെൻഷനുകൾ. അതിന്റെ മെയിൻ കാരണം എന്താണ്? നമുക്ക് ബാക്കിയുള്ള ആളുകളെ കുറിച്ചൊന്നും ഒരു അഭിപ്രായം ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മളെപ്പോഴും നിരാശരായിരിക്കും. ഓനെന്താ അങ്ങനെ, ഇവനെന്തെങ്ങനെ. അത് ഓലെ പ്രശ്നമല്ല, നമ്മുടെ നെഗറ്റീവ് കൊണ്ടാണ്. നമ്മളെല്ലാരെ കുറിച്ചും നെഗറ്റീവിൽ ചിന്തിക്കുന്നത് കൊണ്ടാണ്. ദിക്ർ പോസിറ്റീവാണ്. നമ്മുടെ മനസ്സ്, നമ്മുടെ ശരീരം, നമ്മുടെ ചിന്ത, ഇതിനൊക്കെ ഒരു ഉണർച്ച ലഭിക്കും ഈ പ്രാർത്ഥന. നമ്മൾ അള്ളാഹനെ ഓർക്കുകയാണ് രാവിലെ തന്നെ. ആ മനുഷ്യൻ അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാകും. അല്ലാഹു റസൂൽ പറഞ്ഞല്ലോ, ഒരു മനുഷ്യൻ മാമിൻ അബ്ദിൻ യഖൂലു ഫീ സബാഹി കുല്ല യൗമിൻ വമസാഇ കുല്ല ലൈലത്തിൻ, ഓരോ മനുഷ്യനും ഈ ഉറക്കത്തിൽ നിന്ന് ഈ പ്രാർത്ഥന ചൊല്ലുന്നു. സൂര്യോദയത്തിന് ശേഷം അതുപോലെ തന്നെ അസ്തമയത്തിന്റെ സമയത്തും ബിസ്മില്ലാഹി ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഇതൊരു പ്രാർത്ഥനയാണ്. ബിസ്മില്ലാഹ്, അല്ലാഹുവിന്റെ നാമത്തിൽ. ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ,
ആകാശങ്ങളിലാകട്ടെ ഭൂമിയിലാകട്ടെ അള്ളാഹുവിന്റെ നാമമായ ബിസ്മില്ല എന്നതിന്റെ കൂടെ യാതൊരു ഉപദ്രവവുമില്ല. വഹുവസ് സമീഉൽ അലീം, ആ അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു. ഈ പ്രാർത്ഥന ഒരു മനുഷ്യൻ ചൊല്ലാണ് 3 മർറാത്തിൻ, 3 പ്രാവശ്യം. ബിസ്മില്ല ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ വഹുവസ് സമീഉൽ അലീം. ഒരാൾ 3 പ്രാവശ്യം അർത്ഥമറിഞ്ഞ് ആശയമറിഞ്ഞ് എന്താ ചൊല്ലുന്നത്? ബിസ്മില്ലാ, അല്ലാഹുവിന്റെ നാമത്തിൽ. ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ, ആകാശങ്ങളിലാകട്ടെ ഭൂമിയിലാകട്ടെ അല്ലാഹുവിന്റെ നാമമായ ബിസ്മി എന്നതിന്റെ കൂടെ ഒരു ഉപദ്രവവുമില്ല. വഹുവസ് സമീഉൽ അലീം, അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ് എന്ന് 3 പ്രാവശ്യം ചൊല്ലിയാൽ ഇല്ലാ ലം യദുറുഹു ശൈഉൻ, ആ മനുഷ്യന് ഒരു ഉപദ്രവവും ബാധിക്കുകയില്ല. ആ മനുഷ്യന് ഒരു ഉപദ്രവവും ബാധിക്കുകയില്ല. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത മുത്തഫഖുൻ അലൈഹിയായ ഒരു ഹദീസാണിത്. ഒരു ഉപദ്രവവും ബാധിക്കില്ല. അപ്പൊ ബാധിച്ചാലോ അതിന് മുഹദ്ദിസീങ്ങൾ പറയണം, ആ ബാധിച്ച ഉപദ്രവം അള്ളാഹു അയാൾക്ക് ഖൈറാക്കി നന്മയായി വരുത്തിക്കും. അത് ഈ ദുനിയാവിൽ നന്മയാകാം, അതല്ലെങ്കിൽ ആഖിറത്തിൽ നന്മയാകാം. അത് പോസിറ്റീവാണ്. നമ്മുടെ മനസ്സിലേക്ക് ദിക്റുകൾ എന്നത് നമ്മുടെ മനസ്സിലേക്ക് ചൊല്ലുന്ന ഒരു പ്രചോദനമാണ്. 3 പ്രാവശ്യം ഈ പ്രാർത്ഥന ചൊല്ലിയാൽ അത്രത്തോളം പ്രതിഫലാർഹമായ ഒന്നാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ തന്നെയാണ് പിന്നെ അതിനിടയിൽ നമുക്ക് ഒരുപാട് സമയങ്ങളുണ്ട്. നമ്മൾ വാഹനത്തിൽ കയറുന്നു, നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നു. ഒരാൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, അതൊരു ഓർമ്മയാണ്. വീട്ടിൽ നിന്ന് ഒരാൾ പുറത്തിറങ്ങണം. അപ്പൊ വീട്ടിൽ ആരുണ്ട്? വീട്ടിൽ ഭാര്യയുണ്ട്, മാതാപിതാക്കളുണ്ട്, മക്കളുണ്ട്. നമ്മൾ പോവുകയാണ്. നമ്മൾ പുറത്തേക്കാണ് ഇറങ്ങിയാലാണല്ലോ മനുഷ്യന്മാരെ വഴിതെറ്റിക്കാൻ ഒരുപാട് സാധ്യതകൾ ഉള്ളത്. മദ്യപിക്കുന്നവരുണ്ട്, വ്യഭിചരിക്കുന്നവരുണ്ട്, വഷളത്തരങ്ങൾ സംസാരിക്കുന്നവരുണ്ട്, വളരെ മോശമായ രീതിയിൽ സഞ്ചരിക്കുന്നവരുണ്ട്. പക്ഷേ അള്ളാഹുവിൽ തവക്കുലാക്കി ഒരു മനുഷ്യൻ വീട്ടിൽ നിന്ന് ഇറങ്ങണം. ബിസ്മില്ലാ, അള്ളാഹുവിന്റെ നാമത്തിൽ. തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവേ ഞാൻ നിന്നിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, നിന്റെ ശക്തിയല്ലാതെ നിന്റെ സംരക്ഷണമല്ലാതെ യഥാർത്ഥത്തിലുള്ള ഒരു ശക്തിയും സംരക്ഷണവും ഇല്ല റബ്ബേ എന്ന് പറഞ്ഞ് നമ്മളും നമ്മുടെ കുടുംബവും വീട്ടിൽ നിന്ന് ഇറങ്ങുക എന്നത് ഒരു ദിക്റാണ്. ആ മനുഷ്യന് അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടാകും എന്ന് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചു. നമ്മൾ വാഹനത്തിൽ കയറി, നമ്മള് ബിസ്മില്ലാ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ബിസ്മില്ലാ, അല്ലാഹുവിന്റെ നാമത്തിൽ. അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് വലിയവൻ. ഞാനല്ല വലിയവൻ, എന്റെ വാഹനം വലുതായിരിക്കും, എന്റെ സൗകര്യങ്ങൾ വലുതായിരിക്കും, അതൊന്നും എന്റെ കഴിവ് കൊണ്ടല്ല, അള്ളാഹുവാണ് വലിയവൻ. അത് ആഡംബരമുണ്ടാകാനല്ല, കിബുറുണ്ടാകാനല്ല, അഹങ്കാരമുണ്ടാകാനല്ല. അല്ലാഹു അക്ബർ, അള്ളാഹുവാണ് വലിയവൻ. വീണ്ടും പറയാം, അല്ലാഹു അക്ബർ, അള്ളാഹുവാണ് വലിയവൻ. അല്ലാഹു അക്ബർ, അള്ളാഹുവാണ് വലിയവൻ. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. പടച്ചവനെ, ഈ വാഹനത്തെ എനിക്ക് കീഴ്പ്പെടുത്തി തന്ന നീ എത്ര പരിശുദ്ധനാണ്. വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. അല്ലാഹുവേ, ഞങ്ങളുടെ മടക്കം നിന്നിലേക്കാണ് റബ്ബേ. മടക്കം അങ്ങോട്ടാണ് എന്ന് പറഞ്ഞാണ് നമ്മൾ വാഹനത്തിൽ കയറുന്നത്. അപ്പൊ മനുഷ്യൻ എന്തുണ്ടാവും? ഒരു വിനയമുണ്ടാകും, ഒരു താഴ്മയുണ്ടാകും. അതൊക്കെ മനുഷ്യ ജീവിതത്തിൽ ഒരു പോസിറ്റീവാണ്. അപ്പൊ മനുഷ്യന് ഒരു പ്രചോദനം, ഒരു നന്മ ആ മനുഷ്യന്റെ ജീവിതത്തിൽ ലഭിക്കും. ഇങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനകളുണ്ട്. ഒരുപാട് സന്ദർഭങ്ങളിൽ ഇങ്ങനെ ഈ പ്രാർത്ഥന നിർഭരമായ ഒരു മനസ്സുണ്ടായാൽ നമ്മൾ വല്ലാതെ, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചല്ലോ, പുതിയ കാലത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാല് എല്ലാം കളിയും തമാശയുമാണ്. ഇസ്ലാമിക വേഷം എന്നത് അതുണ്ടോ? അതുണ്ട്. ഇസ്ലാമിന്റെ വേഷം ഉണ്ട്. പിന്നെ ചാടിക്കളി കുതിരളി ഉണ്ടോ? അതുണ്ട്. പിന്നെ എങ്ങനെങ്കിലുമൊക്കെ ജീവിക്കും, അങ്ങനെ ജീവിക്കും. പള്ളിയായിട്ട് ബന്ധമുണ്ടോ? അതുണ്ട്. എല്ലാം ഉണ്ട്.
അല്ലല്ലോ, ഉള്ളത് ഉണ്ടാവാൻ പറ്റുള്ളൂ മനുഷ്യന്മാർക്ക്. അപ്പൊ എന്തുണ്ടാവും അറിയോ? ഒരു ഖനാഅത്തുൽ ഖൽബ്, ഒരു ആത്മസംതൃപ്തി മനുഷ്യർക്കുണ്ടാകും എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മൾ എങ്ങനെയെങ്കിലും ഒക്കെ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അതിന് കാര്യങ്ങളും കാരണങ്ങളും ഒക്കെ പറയാം. പരലോകത്ത് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അല്ലാഹു പറയുന്ന ഒരു കാര്യം തന്നെയാണ്, ഇന്ന് നിനക്ക് സംസാരിക്കാനുള്ള ദിവസമല്ല. പരലോകത്തെ വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുർസലാത്തിലെ ഒരു വചനമാണ്. ഇന്ന് നിനക്ക് സംസാരിക്കാനുള്ള സമയമല്ല. ഒഴിവ് കഴിവ് പറയാനുള്ള അവസരവുമില്ല. ഇവിടെയാണ് ഒഴിവ് കഴിവുകൾ, സംസാരം, ന്യായം, നമ്മുടെ ഭാഗം. അല്ല പറയാ മിണ്ടണ്ട, പറയണ്ട. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയവർക്ക് നാശം എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പോ ഈ ദിക്ർ, ഈ ഉത്ബോധനം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മൾ കിടന്നുറങ്ങുന്ന സമയമാണെങ്കിലും ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയാ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ കിടന്നുറങ്ങുന്ന നേരത്ത് നമസ്കാരത്തിന് വുദുവെടുക്കുന്നത് പോലെ വുദുവെടുക്കുക, വലതുവശം ചേർന്നുകൊണ്ട് കിടക്കുക. എന്നിട്ട് അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക വഫവ്വൽതു അംരി ഇലൈക വവജ്ജഹ്തു വജ്ഹി ഇലൈക വൽജഅതു ലഹരി ഇലൈക റഗ്ബതൻ വറഹബതൻ ഇലൈക ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക ആമൻതു ബികിതാബികല്ലദീ അൻസൽത വബിനബിയികല്ലദീ അർസൽത. പറയും പ്രാർത്ഥനകളുണ്ട്. എന്താണ് ഒരു മനുഷ്യൻ പറയണം? എത്ര നിസാരനാണ് മനുഷ്യന്മാർ. നമ്മുടെ പലപ്പോഴും സഹോദരങ്ങളെ, നാട്ടില് വേണ്ടാത്ത കാര്യങ്ങൾ കണ്ട് കടന്നുറങ്ങുന്ന ആളുകളുണ്ടോ? വേണ്ടാത്ത കാര്യങ്ങൾ മാത്രം കേട്ട് അത് ചെവിയിലേക്ക് തിരുകി അത് എത്രത്തോളം കേൾക്കുന്നുവോ അത്രത്തോളം കേട്ട് അവസാനം അങ്ങനെ കടന്നുറങ്ങുന്ന ആളുകളുണ്ടോ? അങ്ങനെ പറ്റൂല, നമുക്ക് ഇല്ല. അങ്ങനെയൊക്കെ ആളുകൾ കുറെ ഉണ്ടാവും. ആളുകൾ പല രൂപത്തിൽ ജീവിക്കും. നമുക്കതൊക്കെ അനുകരിക്കാൻ തോന്നും. പിശാച് അതിനോട് വല്ലാതെ നമുക്ക് ആകർഷകത്വം ഉണ്ടാക്കും. അല്ലാഹു റസൂൽ പറയാ, ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, അങ്ങനെ വുളുവെടുത്തുകൊണ്ട് വലതുവശം ചേർന്നുകൊണ്ട് അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക, പടച്ചവനെ എന്റെ ആത്മാവിനെ ഞാനിതാ നിന്നെ ഏൽപ്പിക്കുന്നു, വഫവ്വൽതു അംരി ഇലൈക, എന്റെ എല്ലാ കാര്യങ്ങളെയും ഞാനിതാ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു, വവജ്ജഹ്തു വജ്ഹി ഇലൈക, എന്റെ മുഖത്തെ ഞാനിതാ നിന്നിലേക്ക് തിരിച്ചിരിക്കുന്നു, വൽജഅതു ലഹരി ഇലൈക, എന്റെ പാർശ്വം ഞാൻ നിന്നിലേക്ക് നൽകിയിരിക്കുന്നു, ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക, യഥാർത്ഥത്തിലുള്ള രക്ഷയാകട്ടെ അഭയമാകട്ടെ അത് നിന്നിൽ നിന്നല്ലാതെ മറ്റാരിൽ നിന്നുമില്ല. ആമൻതു ബികിതാബികല്ലദീ അൻസൽത, നീ ഇറക്കിയ വേദഗ്രന്ഥത്തിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, വബിനബിയികല്ലദീ അർസൽത, നീ അയച്ച പ്രവാചകനിലും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ കിടന്നുറങ്ങിയാൽ ഫഇൻ മിത്ത മിത്ത അലൽ ഫിത്രതി വജഅൽഹുന്ന ആഖിറു മാ തഖൂലൂ, ആ കിടത്തത്തിൽ ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ മരണം വിശുദ്ധമായ മരണമാണ്. വജഅൽഹുന്ന ആഖിറ മാ തഖൂലൂ, ഇതാണ് അവസാനം പറഞ്ഞതെങ്കിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സൂറത്തുൽ ഫാത്തിഹ ചൊല്ലണം, സൂറത്തുൽ ഇഖ്ലാസും നാസും ഫലഖും ചൊല്ലണം, ആയത്തുൽ കുർസി ചൊല്ലണം, സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആയത്തുകൾ 2 ചൊല്ലണം എന്നൊക്കെ പറഞ്ഞത് ഇതൊക്കെ ദിക്റാണ്. ഈ ദിക്ർ ഉണ്ടെങ്കിൽ അല്ലാഹുവിന്റെ സംരക്ഷണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഈ ദിക്ർ, അതായത് അല്ലാഹുവിനെ കുറിച്ചുള്ള ഒരു ഓർമ്മ, അതാണ്, അതുണ്ടായാൽ മതി. അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുക എന്നുള്ളതാണ് ലാഭം. അല്ലാത്തതൊക്കെ പൊളിയും. കുറച്ചു കാലം നമുക്ക് പല ആളുകളുടെയും ജീവിതം, തോന്നിയതുപോലെ ജീവിക്കുന്നവരുടെ ജീവിതം, അതൊക്കെ ഒരു തരം ആസ്വാദ്യകരമാണ് എന്ന് തോന്നും. പക്ഷെ അതിനുള്ളതെല്ലാം ഇവിടെ നിന്ന് തന്നെ അനുഭവിക്കേണ്ടി വരും. ഇവിടെ നിന്ന് തന്നെ അനുഭവിക്കേണ്ടി വരും പലതും. കുടുംബജീവിതം പലതും കൊളാവും. ഇസ്ലാമിക ഒരു ലൈംഗികതയുടെ അതിർവരമ്പ് കടന്നാൽ കുടുംബജീവിതം കൊളാവും. ലഹരിയുമായി ബന്ധപ്പെട്ട് ജീവിച്ചാൽ
നാശത്തിലേക്ക് പോകും. ഏതൊരു കാര്യമാകട്ടെ അവസാനം അതിലാണ് ഇവിടെ തന്നെ എത്തിപ്പെടുക. അപ്പോ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്ന ഒരവസ്ഥയിൽ ജീവിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അള്ളാഹുവിനെ ഓർക്കുക എന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നാണ്. വിശുദ്ധ ഖുർആൻ പറയാം, വമൻ യഅശു അൻ ദിക്രിർ റഹ്മാനി നുഖയ്യിദ് ലഹു ശൈത്വാനൻ ഫഹുവ ലഹു ഖരീൻ. അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്നതിനെ തൊട്ട് അന്ധത നടിക്കുന്ന ആളുകൾ, അള്ളാഹുവിനെ ഓർക്കണം എന്ന കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ലാതെ ജീവിക്കുന്ന ആളുകൾ, നുഖയ്യിദ് ലഹു ശൈത്വാനൻ ഫഹുവ ലഹു ഖരീൻ, അവനൊരു പിശാചിനെ അവന്റെ കൂട്ടാളിയായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വെക്കുന്നതാണ്. ഒരു പിശാചിനെ കൂട്ടാളിയാക്കി വെക്കും. പിന്നെ ആ പിശാച് എന്താ ചെയ്യാ? വഇന്നഹും ലയസുദ്ദൂനഹും അനിസ് സബീലി, പിശാച് യഥാർത്ഥത്തിലുള്ള വഴിയിൽ നിന്ന് ആ മനുഷ്യനെ വഴികേടിലാക്കുകയും എന്നാൽ വയഹ്സബൂന അന്നഹും മുഹ്തദൂൻ, പിശാച് അദ്ദേഹത്തെ വഴികേടിലാക്കിയിട്ടുണ്ട്. പക്ഷേ വയഹ്സബൂന, അവർ വിചാരിക്കുന്നത് അന്നഹും മുഹ്തദൂൻ, ഞങ്ങൾ സന്മാർഗത്തിലാണ് എന്നാണ്. ഞങ്ങൾ അങ്ങനെയൊന്നും ആയിട്ടില്ല, ഞങ്ങൾ വളരെ ഉഷാറാണ്, ഞങ്ങൾ സന്മാർഗത്തിലാണ്. അപ്പൊ അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് ഒരു അശ്രദ്ധയുണ്ടായാൽ, ഒരു അന്ധതയുണ്ടായാൽ പിന്നെ നമ്മുടെ ഉറ്റ സുഹൃത്ത് പിശാചായിരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. അതുകൊണ്ട് റബ്ബിനെ ഓർക്കുന്ന, അള്ളാഹുവിനെ ഓർക്കുന്ന ഒരു മനസ്സ്, അത് നാം ശ്രമകരമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ഒന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.